സഹയാത്രി. പൗരോഹിത്യസ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ എസ്.ജെ. ദൈവരാജ്യം ലക്ഷ്യമാക്കുന്നവൻ. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ. ലൂക്ക 12:31. യേശു ദൗത്യമാരംഭിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ വരവ് പ്രഘോഷിച്ചുകൊണ്ടാണ്. ദൈവരാജ്യത്തിൻ്റെ സാക്ഷാത്കാരമായിരുന്നു യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അതിനുവേണ്ടി തന്നോടുകൂടെ പ്രവർത്തിക്കാനാണ് ശിഷ്യന്മാരെ കൂടെ ചേർക്കുന്നത്. അവർക്ക് ശേഷം വന്ന തലമുറകളും ആ ദൗത്യം ഏറ്റെടുത്തു. അപ്രകാരം കഴിഞ്ഞ 2000 വർഷങ്ങളായി ആ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുന്ന ശിഷ്യപരമ്പരയുടെ ഭാഗമാണ് പുരോഹിതൻ. യേശുവും ആദി ശിഷ്യരും പ്രഘോഷിച്ച സ്വർഗരാജ്യത്തിൻ്റെ ആഗമനം അവനും പ്രഘോഷിക്കുകയും അതിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ സ്വീകരണത്തിനായി അവൻ ജനങ്ങളെ ഒരുക്കുന്നു. ഏറ്റവും പ്രധാനമായി അത് ലക്ഷ്യമാക്കി അവൻ തൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ദൈവരാജ്യം എന്നത് ഒരേ സമയം ഒരു വർത്തമാനകാല യാഥാർത്ഥ്യവും അതേസമയം ഒരു ഭാവി പ്രതീക്ഷയുമാണെന്ന് അവൻ വിശ്വസിക്കുന്നു. എന്നാൽ ദൈവരാജ്യം എന്നത് എന്താണെന്നും എങ്ങനെയാണെന്നും പൂർണ്ണമായി ഗ്രഹിക്കാൻ ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ കഴിയില്ല എന്നവനറിയാം. ഗുരുവും നാഥനുമായ യേശുവിൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും ധ്യാനിക്കുമ്പോൾ ലഭിക്കുന്ന വിശ്വാസബോധ്യങ്ങളുടെ വെളിച്ചമാണ് ദൈവരാജ്യം ലക്ഷ്യമാക്കി യാത്ര ചെയ്യാൻ അവനെ പ്രാപ്തനാക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ സാക്ഷാത്കാരത്തിനായി ഓരോ ദിവസവും അവൻ്റെ നാഥനായ യേശു പഠിപ്പിച്ച പ്രാർത്ഥന അവൻ തൻ്റെ സഹയാത്രികരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. തങ്ങൾ ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം ദൈവവിരുദ്ധമായ പല ശക്തികളും തങ്ങളെ ഞെരുക്കുന്നതായും പിതാവിൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുന്നതായും അവർ തിരിച്ചറിയുന്നു. പിതാവിൻ്റെ രാജ്യത്തിൻ്റെ വരവിനായി പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെ രാജകീയമായ സംരക്ഷണം തങ്ങളുടെ മേൽ ഉണ്ടാകണമേ എന്നും അപ്രകാരം ഈ ദുഷ്ടശക്തികളിൽ നിന്നെല്ലാം തങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയണമേ എന്നുമാണ് അവർ പ്രാർത്ഥിക്കുന്നത്. രാജ്യത്തിൻ്റെ വരവിനു വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ തീർച്ചയായും ഈ പിതൃരാജ്യത്തിലെ പൗരത്വം ജീവിക്കാനുള്ള തീവ്രമായ ആഗ്രഹവും നിറഞ്ഞു നിൽക്കുന്നു. പുരോഹിതൻ നിരന്തരം ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുന്നവനാണ്. ദൈവത്തെ ജീവിതത്തിൻ്റെ നാഥനും കേന്ദ്രവുമായി പ്രതിഷ്ഠിച്ച് ജീവിച്ചുകൊണ്ടാണ് അവൻ ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുന്നത്. അവൻ അവിടുത്തെ ഹിതം ആരായുകയും വിവേചിക്കുകയും അവിടുത്തെ വാഴ്ചയും ഭരണവും ഹൃദയത്തിൽ അനുഭവിക്കുകയും അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു. പുരോഹിതൻ ഒറ്റയ്ക്കല്ല ദൈവരാജ്യത്തിനായി അന്വേഷിക്കുന്നതും അതിലേക്ക് യാത്ര ചെയ്യുന്നതും. തൻ്റെ സഹയാത്രികരോടൊന്നു ചേർന്നാണ് അവൻ്റെ യാത്ര. ഈ ഭൂമിയുടെ ചരിത്രത്തിൽ നിരന്തരം പ്രവർത്തന നിരതനായിരിക്കുന്ന ദൈവത്തോട് ചേർന്ന് ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിനായി അവൻ
തന്നെ സമർപ്പിക്കുകയും മറ്റ് സഹോദരങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. വിശ്വാസവും സ്നേഹവും പ്രതീക്ഷയും സമർപ്പണവും കരുണയുമെല്ലാം ഒന്നു ചേർന്ന ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതശൈലി അവർ പിന്തുടരുന്നു. പുരോഹിതൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവനെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഈ ദൈവരാജ്യം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. ഒരു വയലിൽ നിധി മറഞ്ഞിരിക്കുന്നു എന്നറിയുമ്പോൾ ബുദ്ധിമാനായ മനുഷ്യൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ സ്വന്തമാക്കുന്നത് പോലെ പുരോഹിതൻ മറ്റെന്തെല്ലാം നഷ്ടമാക്കേണ്ടി വന്നാലും അതെല്ലാം നഷ്ടമാക്കി ദൈവരാജ്യം എന്ന അമൂല്യമായ നിധി ലക്ഷ്യമാക്കി തൻ്റെ സഹയാത്രികരോടൊപ്പം നീങ്ങുന്നു. ധ്യാനം. സ്വസ്ഥമായിരുന്ന് എൻ്റെ സഹയാത്രികരോടൊപ്പം ഞാൻ ദൈവരാജ്യത്തിൻ്റെ സാക്ഷാത്കാരത്തിനായി യേശുവിൻ്റെ ദൗത്യത്തിൽ വിവിധ രീതികളിൽ പങ്കാളിയാകുന്നത് കാണുക. ദൈവരാജ്യം ലക്ഷ്യമാക്കി ഞങ്ങളുടെ യാത്ര മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കൃപ യാചിക്കുക.